26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ട കേരളം ഇന്ന് വിറയ്ക്കുകയാണ്. കാലാവസ്ഥ മാറി മറിയുന്നു. എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാനത്ത് നാം ആശങ്കയോടെ കണ്ട 2018 മഹാപ്രളയം, തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ, സഹിക്കാൻ പറ്റാത്ത വേനൽച്ചൂട്, കടൽക്ഷോഭം, തീരശോഷണം, ജലക്ഷാമം തുടങ്ങി എല്ലാം ആശങ്ക ഇരട്ടിയാക്കുന്നു. ഇവയെല്ലാം സങ്കീർണമായ പ്രതിസന്ധിയുടെ ലക്ഷണങ്ങളാണ്. കേരളം എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ്. എന്നാൽ മഴയുടെ അളവിനേക്കാൾ അതിന്റെ വിതരണ രീതിയിലാണ് വലിയ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രതിവർഷം ശരാശരി 3000 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രധാനമായും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ദീർഘകാലം നീണ്ടുനിന്ന മിതമായ മഴ ലഭിച്ചിരുന്നു. എങ്കിൽ ഇന്ന് മഴ പെയ്യുന്ന രീതി മാറി. അതിശക്തമായ മഴ ലഭിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങളിലാണ്. അങ്ങനെ പെട്ടെന്ന് നദികളിലെല്ലാം വെള്ളം നിറയും. പക്ഷേ അതേ സ്വഭാവത്തിൽ തന്നെ മഴ കുറയും. പിന്നീട് ആഴ്ചകളോളം മഴ ലഭിക്കില്ല. അതിനാൽ തന്നെ പ്രളയവും ജലക്ഷാമവും ഒരേ വർഷം തന്നെ കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് 2018 പ്രളയം. അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. 2019, 2020, 2021, 2024 വർഷങ്ങളിലും അതിശക്തമായ മഴയും ഉരുൾപൊട്ടലും ആവർത്തിച്ചതും കേരളം മറക്കില്ല. ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥയെ പ്രധാനമായും സ്വാധീനിക്കുന്ന ഒന്നെന്ന് പറയുന്നത് എൽ നിനോ തന്നെയാണ്. കേരളത്തിനെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മഴയെയും താപനിലയെയും എൽ നിനോ സ്വാധീനിക്കുന്നുണ്ട്. മഴ വൈകിയെത്തുക, മഴ കുറയുക, ദീർഘമായ വരണ്ട കാലയളവുകൾ രൂപപ്പെടുക, വേനൽ ചൂട് കൂടുതൽ രൂക്ഷമാകുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി അനുഭവപ്പെടാം. ഇതിന്റെ ഉദാഹരണമാണ് കേരളത്തിൽ അസാധാരണമായ ചൂടും ജലക്ഷാമവും. 2023, 2024 കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നത് ഇതിനെല്ലാം ഉദാഹരണമാണ്. പക്ഷേ കാലാവസ്ഥാ മാറ്റത്തിന് എൽ നിനോയെ മാത്രം പഴിചാരിയാൽ പറ്റില്ല. ആഗോളതാപനം, അറബിക്കടലിന്റെ ഉപരിതല താപനിലയിലെ വർധനവ്, വനനശീകരണം, അനിയന്ത്രിത നഗരവൽക്കരണം എന്നിവയും ഘടകങ്ങളാണ്. ഇനി ലാനിനയാണെങ്കിൽ സംഭവിക്കുന്നതാകട്ടെ, പിന്നെ സാധാരണയേക്കാൾ മികച്ച മൺസൂണായിരിക്കും ലഭിക്കാനുള്ള സാധ്യത പറയുന്നത്. കൂടാതെ നമ്മുടെ 44 നദികളുടെയും ഉറവിടം പശ്ചിമഘട്ടമാണ്. ഇവിടെ വികസനത്തിന്റെ പേരിൽ അനിയന്ത്രിത ഖനനം, മലമുറിച്ചുള്ള നിർമ്മാണം, വനനശീകരണം, റിസോർട്ട് നിർമ്മാണം എന്നിവ പ്രകൃതിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെയാണ് മനുഷ്യനിർമ്മിത ദുരന്തമാണോ ആവർത്തിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നത്. പരിസ്ഥിതി ലോല മേഖലകളിൽ ശാസ്ത്രീയ ഭൂവിനിയോഗമില്ലാതെ വികസനം തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ ഇനി എന്തും സംഭവിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.